ഫൈനലി ഞാനൊരു സാധനം മേടിച്ചു. ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ നല്ല മേടിച്ചത്, നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് അച്ഛൻ കൊറിയർ ചെയ്ത് തന്നതാ. ഇതിൻ്റെ അത് വേറെ സാധനമുണ്ട്. എന്തായാലും കൊറിയർ അല്ല, എത്തിച്ചു തന്നതാ. എൻ്റെ ഫ്രണ്ട് വഴി എത്തിച്ചു തന്നു. ഫൈനലി വിത്ത് മൈ മണി. ഇപ്പോഴുള്ള ഫോണും ഞാൻ തന്നെ മേടിച്ചതാ. പക്ഷേ ചെറുതായിട്ടൊന്ന് ഫോൺ വീണുപോയി. പുതിയതല്ല. ഇപ്പോൾ ഈ സ്റ്റാൻഡ് വെച്ചില്ലേ, അതിൻ്റെ ഒരു സാധനം പോയില്ലായിരുന്നു. ട്രൈപോഡിൻ്റെ സാധനം പോയതുകൊണ്ട് ഇല്ല. അപ്പം ഇപ്പോൾ ഉള്ള ഫോണും ഞാൻ തന്നെ മേടിച്ചതാ. പക്ഷെ സെക്കൻഡ് ഹാൻഡാ. ആൻഡ് ഇത് ഞാൻ വർക്ക് ചെയ്തപ്പോൾ സ്വരുക്കൂട്ടി വെച്ച പൈസ ആയിരുന്നു. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കുറച്ചധികം പണിയുണ്ട്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ വാട്സപ്പ് കാര്യങ്ങളെല്ലാം ആൻഡ്രോയിഡ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോട്ടോസും വീഡിയോസും ഇൻസ്റ്റഗ്രാം മാത്രം ഇതിലായിരുന്നു യൂസ് ചെയ്യുന്നത്, ഐഫോണിൽ. അപ്പോൾ ലൈക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഫോണിൻ്റെ കൂടെ ഒരു കേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അഡാപ്റ്റർ വേറെ തന്നെ മേടിച്ചു. അൺബോക്സ് ചെയ്യാം. വാട്ടിൻ്റെ അഡാപ്റ്റർ. Wow, nice. പിന്നെ ഞാൻ ഒരു കേസ് മേടിച്ചു. ആപ്പിളിൻ്റെ സൈറ്റിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു, 6000 ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2000. ഇച്ച് നോക്കാം. വെയിലത്ത് ഫോൺ വെച്ചിട്ട് ഇപ്പം ചൂടാവും. So yeah, that's it. And ഇനി എന്തെങ്കിലും അൺബോക്സ് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് ബാക്കിയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. എനിക്ക് എക്സൈറ്റ്മെൻറ്റ്സ് കാരണം
ഒന്നും പറയാനും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ബിക്കോസ് ആദ്യമായിട്ട് ഞാൻ ഒരു ഐഫോൺ ഫ്രഷ് വാങ്ങണത്, അതും ഇത്രക്കും ക്യാഷ് കൊടുത്ത് മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, വേണോ ലൈക്ക് തെറ്റായി പോവോ, ലൈക്ക് ഫ്രഷ് അല്ല, അതും 17 Pro ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ലൈക്ക് വേണോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. മടിയാ ഫൈനലി ഞാൻ മേടിച്ചു. ആൻഡ് ഇത് വെച്ച് ഞാൻ കുറേ വീഡിയോസ് എടുക്കും ആൻഡ് അത് മുതലാക്കും. അപ്പം അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരാം.